നമ്മൾ കൊച്ചിലെ തൊട്ടേ ഈ സാധനം കാണാറുണ്ട്, തെർമോക്കോൾ. നമ്മളിതിങ്ങനെ ഒടിച്ചും ഇങ്ങനെ ഒരച്ചൊക്കെ കളിക്കാറുണ്ട്. പക്ഷേ ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? എനിക്കും ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള സംഭവം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ കമ്പനിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അവൻ. നമ്മൾ ഇതിലൂടെ ഞാൻ പഠിച്ച പോലെ നിങ്ങളും പഠിക്കും. നമ്മളതുകൊണ്ട് ഇന്ന് ഈ കമ്പനി ഇവിടെ അനലൈസ് ചെയ്യും. 26 വർഷമായിട്ട് കേരളത്തിൽ ഒരു കിങ് സൈസ് പ്രൊഡക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു തെർമോക്കോൾ കമ്പനിയാണ്. ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനും വർക്കിംഗ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇതൊരു വ്ളോഗ് ആക്കട്ടെ എന്ന്. അപ്പോൾ നിങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഈ ഒരു പ്ലാന്റ് നമ്മൾ വ്ളോഗാക്കി എങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ഭയങ്കര ലാർജ് സ്കെയിൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേരളത്തിലെ ഒരു ടോപ്പ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ പ്ലാന്റ് ആണിത്. അപ്പം ഒന്നും കൂടെ വെൽക്കം ടു ദ വ്ളോഗ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗൈഡും മെൻറ്ററും ഒക്കെ ആയിട്ടുള്ള സഫാൻ ഹാൻഡിൽ ചെയ്യും. ഈ പ്ലാന്റിൻ്റെ ബേസിക് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. റോ മെറ്റീരിയലിലെ പ്രൊക്യൂർമെൻറ്റിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം ഈ ഹോൾ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് സ്റ്റീം പ്രൊഡക്ഷനിലൂടെ. അപ്പം ഇതൊരു ബോയിലറാണ്, ഇതിലാണ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ട വിറകാണിത്. സിമ്പിൾ ബേസിക് മെത്തേഡാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന IBRൻ്റെ അണ്ടറിലുള്ള ഒരു ബോയിലറാണ്. ഓക്കെ, ഇങ്ങനെ തീ കത്തിച്ച് ഇതിനകത്ത് നമ്മൾ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ വാട്ടറിനെ നമ്മൾ ചൂടാക്കിയിട്ടാണ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പറയുവാണെങ്കിൽ ഇൻഡെപ്തിൽ ഒരുപാടുണ്ട്. ഇവിടെ നിന്നിട്ട് ഒരു അക്യുമുലേറ്ററിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. ഇന്നലെ ഞാനിതെല്ലാം തുറന്ന് കണ്ടിരുന്നു. ഇതിൻ്റെ അതർ സൈഡ് നോക്കുകയാണെങ്കിൽ, ഇവിടം തുറക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ തീ കത്തിക്കുന്ന ഫ്യൂംസ് വരുമല്ലോ, അതിനെ വീണ്ടും നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത് ഹോൾസിലൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അകത്തുള്ള വാട്ടർ ടാങ്കിനെ പുറത്തു നിന്നും അകത്തു നിന്നും ചൂടാക്കും. അങ്ങനെയാണ് ഇതിനകത്തുനിന്ന് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റീം കൊണ്ടുവരുന്നത്. നമുക്കിവിടെ എല്ലാ പ്രോസസ്സ് ചെയ്യണമെങ്കിലും ബേസിക് ആയിട്ട് സ്റ്റീം വേണം. സ്റ്റീം വെച്ചാണ് എല്ലാ പ്രോസസ്സും പ്രോസസ്സ് ചെയ്യുന്നത്. കട്ടിങ് ഫൈനൽ പ്രൊഡക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യുന്നത് സ്റ്റീമിലാണ്. അപ്പോൾ സ്റ്റീം ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സാധനമാണ് ബോയിലർ. ഇതൊരു IBR സർട്ടിഫൈഡ് ബോയിലറാണ്. ഈ അരിമണിയാണ് നമ്മുടെ തെർമോക്കോളായിട്ട് മാറുന്ന സാധനം. ഇത് എത്ര സൈസാണെന്ന് കാണാൻ പറ്റില്ല. ഇതിന്റെ ഒരു 2, 3, 4, 10 സൈസിലേക്ക് മാറ്റാൻ പറ്റുന്ന പല കൈൻഡ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് പല ഗ്രേഡ്സ് വരുന്നുണ്ട്. ഒരു 6, 7, 8 ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. അതിന് മേളിലോട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് വലിയ സൈസുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് ഗ്രേഡ്സ് ആണ്. ഇതിപ്പോൾ 200 BL ആണ്. ഒരു നോർമൽ ഗ്രേഡ് ആണ്. നോർമൽ പോകുന്ന ഗ്രേഡാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ ബോൾസ് വേണം. ഇപ്പോൾ ബീൻ ബാഗിൽ ഇടുന്നതൊക്കെ ആണെങ്കിൽ 120 BL എന്നൊക്കെ പറയും. സൈസ് വേരിയേഷൻസ് വരും. ഡിപ്പെൻഡിങ് അപ്പോൾ അതിന് ഓരോ സീരിയൽ നമ്പറിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഹൈ ഡെൻസിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് റോ മെറ്റീരിയൽ ഉണ്ട്. സൈസ് കൂടും. നമ്മൾ ഈ നമ്പർ കൂടുന്തോറും ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? സൈസ് കുറഞ്ഞോണ്ടിരിക്കും ബോളിൻ്റെ. ഇപ്പോൾ ഇതുപോലെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് 300 BLൻ്റെ ബോളായിരിക്കും എടുക്കുക. ഇത് സൈലോബാക്സ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ മെഷീനിലാണ് നമ്മൾ ബേസിക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോമിംഗ് മെഷീൻ എന്ന് പറയും. അപ്പൊ അതിന് ചെയ്യുന്ന സാധനം ഓരോ സ്റ്റേജിലും കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാഗ്സിനെയാണ് സൈലോബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് ഫോമിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് നടക്കുന്ന മെഷീൻ. ഇതാദ്യം നമ്മളൊന്ന് പ്രീഫോം ചെയ്യും. പ്രീഫോം ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഇവിടെ ഗ്രാനുവൽസ് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഈ ഗ്രാനുവൽസ് ഇവിടെ ഇട്ട് കൊടുത്ത് ഇത് പ്രീഫോം ചെയ്ത് ഇതിനകത്ത് നിന്ന് സാധനം ഇവിടെ എത്തും. ഇതൊരു ഡ്രയർ കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സൈസിൽ ആദ്യം ചെയ്ത് കിട്ടും പ്രീഫോം ചെയ്ത സാധനം. ആ പ്രീഫോം ചെയ്ത ഈ ഗ്രാനുവൽസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലത്തെ പൈപ്പ് കണക്ഷൻസ് ഉണ്ട്. ഈ പൈപ്പ് കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോ ചെയ്ത്, അതായത് ഇതിൽ നിന്ന് ഇത് കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് ഈ റൂം ഫുള്ള് സൈലോ ബാഗ്സ് ആണ് ഇതുപോലെ. അതായത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പ്രൊഡക്ട്സ് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ഈ സൈലോ ബാഗ്സിൽ നിന്നിട്ട് ഇതിനടിയിൽ കണക്ഷൻസ് ഉണ്ട് കണ്ടോ. ഈ സൈലോ ബാഗ്സിൻ്റെ ഈ അടിയിലെ കണക്ഷൻസിൽ നിന്ന് വീണ്ടും ഇത് റീകളക്ട് ചെയ്ത് ഈ ഫോമിംഗ് മെഷീനിലേക്ക് എത്തിക്കും. ആ ഫോമിംഗ് മെഷീനിൽ നിന്ന് വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിക്കും. അങ്ങനെ ഒരു 2-3 ടൈംസ് അല്ലേടാ? 3 ടൈംസ് ഒക്കെ അല്ലേ ഹീറ്റ് ചെയ്യുന്നത്? അത് ഡിപ്പെൻഡിങ് അപ്പോൾ നമുക്ക് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ഡെൻസിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് റോ മെറ്റീരിയൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളിതിനെ തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ശരിക്കും ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം EPS എന്നാണ്. അതായത് എക്സ്പാൻഡബിൾ പോളിസ്റ്റൈറിൻ എന്നാണ് പറയുന്നത്. EPS അതാണ് യഥാർത്ഥത്തിൽ തെർമോക്കോളിൻ്റെ ശരിക്കുമുള്ള നെയിം.
റണ്ണിങ് ടെമ്പറേച്ചറാണ്. സ്റ്റീം പോകുന്നത് കാണാൻ സാധിക്കും. ചൂടുണ്ടാവും. ഡ്രയറാണ്. ഇതിൽ സംഭവിക്കുന്നത് വെച്ചാല് സ്റ്റീം കൊടുത്തിട്ടുള്ള ആ വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, അതിനെ ഡ്രൈ ചെയ്ത് കളയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് അരിച്ചിട്ടുള്ള പാറ്റി വന്നിരിക്കുന്ന സാധനം മാത്രമേ നമ്മള് ഇതിലേക്ക് സൈലോ ബാഗിലേക്ക് പോകുന്നുള്ളൂ. അതെ, ഇതിപ്പോ ചൂടാണ്. ഇത് സ്ട്രെങ്ത് ഇല്ല. ഞെക്കി നോക്കി. ശരിയാ, സ്ട്രെങ്ത് കുറവ്. ഞെക്കി നോക്ക്. ഇപ്പൊ ഇത് വികസിക്കാനുള്ള ഇത് വന്നിട്ടില്ല. ഓക്കെ. ഇതാണ് പ്രീ ഫോമിങ്. ഇലാസ്റ്റിസിറ്റി വന്നിട്ടില്ല. ഇലാസ്റ്റിസിറ്റി വന്നിട്ടില്ല. ഓക്കെ. ഇത് പ്രീ ഫോംഡ് ആണ്. ഫസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ചളങ്ങി ചാൻസ് ഇല്ല. അതെ, ഞെക്കി കഴിഞ്ഞാൽ ചളങ്ങി പോകും. അങ്ങനെ തന്നെ ഇരിക്കും. തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് എത്തത്തില്ല. നമ്മൾ അവിടെ ഫോം ചെയ്ത് സൈലോ ബാഗിൽ ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിൽ നമ്മൾ ഫോം ചെയ്ത് വെക്കുന്ന റോ മെറ്റീരിയലിനെ, അതായത് പിന്നീട് അത് റോ മെറ്റീരിയൽ അല്ല, അത് ഫോം ചെയ്യപ്പെട്ടു. അതിനുശേഷത്തേക്ക് ഇതിനെ കൊണ്ടുവരുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് മോൾഡിംഗ് ആണ്. ഇതൊരു ബ്ലോക്ക് മോൾഡാണ്. ഇത് ഫിക്സഡ് ആണ്. ഇത് ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ ഡയമെൻഷൻസ്. എന്നാൽ അതെന്ന് പറയുന്നത് ഷേപ്പ് മോൾഡാണ്. ഷേപ്പ് മോൾഡിൻ്റെ ഓൾഡ് മെഷീനാണ്. ഇതിപ്പോൾ അവിടെ ഒരു മോൾഡ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഹൈഡ്രോളിക് മെഷീനാണ്, പക്ഷേ ഫുള്ളി ന്യൂമാറ്റിക് ആണ്. ന്യൂമാറ്റിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോസസ്സ് മുകളിൽ നടക്കുന്നത് എയർ വെച്ചിട്ടാണ്. വേറെ ഇലക്ട്രിക്കൽ ഉപയോഗങ്ങളില്ല. ഫുള്ളി ന്യൂമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സ്റ്റീം ആവശ്യം വരുന്നത്. സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ബോക്സിൻ്റെ മോൾഡാണ്. ഞാൻ കാണിച്ചു തരാം അത് ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഈ മോൾഡിൽ ഈ കാണുന്ന കൊച്ചു ഗ്യാപ്പുകൾ എല്ലാം സ്റ്റീം പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇതിന് ഒരു മെയിൽ മോൾഡും കാണും, ഫീമെയിൽ മോൾഡും കാണും. ഇത് ഫീമെയിൽ മോൾഡും ഇത് മെയിൽ സെക്ഷനുമാണ്. ഇനി ഇതിനകത്തേക്ക്, ഈ മോൾഡിനകത്തേക്കാണ് ഈ പറഞ്ഞ പോളിഫോം അല്ലല്ലോ, തെർമോകോൾ നിറയ്ക്കുന്നത്. EPS നിറച്ചിട്ട് ഇത് പ്രഷറൈസ് ചെയ്ത് കംപ്രസ് ചെയ്ത് ഇതിനകത്തേക്ക് സ്റ്റീം ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഒരു ഷേപ്പ് എത്തിക്കുന്നത്. ഇത് മറ്റൊരു ന്യൂമാറ്റിക് ആയിട്ടുള്ള ഷേപ്പ് മോൾഡാണ്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ മെഷീനാണ്. CNC പ്രോഗ്രാംഡാണ്. നമ്മൾ അകത്ത് കണ്ട EPS ഗ്രാന്യൂൾസ് എങ്ങനെ ഇതുപോലെ, ഇതിപ്പോൾ ഒരു ഫാനിൻ്റെ കേസിംഗ് മോൾഡാണ് അല്ലടാ, ഫാനിൻ്റെ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് ഇതുപോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു മോഡലിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം കാണിച്ചു കൊണ്ട് ചെറിയ ബീച്ച് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പെൻറ്റൈൻ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം ആ പ്രസൻസ് വെച്ചിട്ടാണ് ലൈക്ക് എയറിന് ഉള്ളിലേക്ക് വലിച്ചെടുത്താണ് ഈ EPSന്റെ ബീച്ച് എന്ന് പറയുന്നത് വലുതാണ്, എക്സ്പാൻഡ് ആവുന്നത്. ലൈക്ക് സോ കോൾഡ് എക്സ്പാൻഡബിൾ പോളിസ്റ്റൈറീൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് ഫോമിങ് കണ്ടു. അപ്പോൾ ഫോമിങ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ മോൾഡിംഗ് ആണ്. ഇതിനെ ഏത് മോൾഡിലേക്ക് ഇട്ട് നമ്മൾ മോൾഡ് ചെയ്യുന്നോ ആ ഷേപ്പ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ആ പ്രോസസ്സിൽ ഇതിനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റീം കൊടുത്ത് ഇതിനെ മോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമുക്കിത് ഒബ്റ്റെയിൻ ചെയ്യാൻ. ഇപ്പം ഇതെല്ലാം പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതായത് മാസ് പ്രൊഡക്ഷൻ കഴിഞ്ഞേക്കാണ്. ഇനി ഇതിപ്പം പാക്ക് ചെയ്ത് വെയർ ഹൗസിൽ എത്തിച്ച് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ ഫാനിൻ്റെയൊക്കെ പാക്കിങ്ങിൽ വരുന്ന പ്രൊട്ടക്ഷൻ കേസാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഈ മെഷീൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ് എങ്കിൽ പോലും നമുക്ക് അതിനെ മാനുവലി ഓവർറൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതിൽ കൺട്രോൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഓരോ സംഭവങ്ങളും, റീസൈക്കിൾ ഉണ്ട്, എയർ മെയിൽ ഫീമെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ മോൾഡിനെ നമുക്ക് ഫോർവേഡും ബാക്ക്വേർഡും മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എയർ വാൽവ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പൈലറ്റ് ഉണ്ട്. അങ്ങനെ ഫില്ലിംഗ് ഗണ്ണ്, അതായത് ഫില്ലിംഗ് ഗണ്ണ് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് റോ മെറ്റീരിയൽ അല്ല, നമ്മുടെ ഗ്രാനുൾസ് എക്സ്പാൻഡ് ചെയ്ത ഫോം ചെയ്യപ്പെട്ട സാധനം ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിൽ സ്റ്റീമാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റീം വരുന്ന ലൈൻസ് ആണ് ഈ ടോപ്പിൽ കാണുന്നത്. അപ്പോൾ അതിൽ സ്റ്റീം വരുന്നു, അതിൽ ഡ്രെയിൻ സിസ്റ്റം ഉണ്ട്. ഇതൊരെണ്ണം വരുന്നത് വാട്ടറിൻ്റെ ഡ്രെയിനിലും ഇന്നും കൊടുക്കുന്ന ഇതൊക്കെയാണ്, സിസ്റ്റംസ് ആണ്. അപ്പോൾ ടൈംലി ആയിട്ട് ലൈക്ക് ഇതിൽ പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ചാൽ ടൈംലി ആയിട്ട് ഇത് ക്ലോസ് ആവുന്നു. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ പിസ്റ്റൺ ഗൺസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ EPS മേളിലത്തെ ടാങ്കിൽ നിന്ന്, ഇത് ടാങ്കാണ്, അപ്പോൾ ആ ടാങ്കിൽ നിന്ന് നേരെ ഇതിലേക്ക് ഫീഡ് പോകുന്നു. ഫീഡ് പോയി കഴിഞ്ഞാൽ മോൾഡ് 100% ക്ലോസ് ആവും. ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന പോസ് ഇല്ല, ഇതിലേക്കൂടെ സ്റ്റീം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ ആ സ്റ്റീം കൊടുത്തിട്ട് ഇവനെ ക്ലോസ് ചെയ്ത് വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന പോലെ ബേക്ക് ചെയ്താണ്
EPS ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം സ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്റ്റീമിനെ നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയുന്നു. കുറച്ച് നേരം നമ്മൾ കൂളിംഗ് ടൈമിന് കൊടുക്കുന്നു. അത് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഷോർട്ട് ഓപ്പൺ ചെയ്യുന്നു, പ്രൊഡക്റ്റ് കിട്ടും. ഈ നോർമലി ഇത് കംപ്രസ് ചെയ്യുന്നു, സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അകത്ത് കണ്ട ആ ഇതിന്റെ മോൾഡാണല്ലോ ഈ കിടക്കുന്നത്, അല്ലെ ആ മോൾഡല്ലേ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇതിനെ ഇത് ഓട്ടോമാറ്റിക്കലി പുഷ് ഔട്ട് ചെയ്ത് താഴേക്ക് ഇടുകയാണോ ചെയ്യുന്നത്? അത് ഓട്ടോമാറ്റിക് ആണ്. അതിന് ചെറിയ പിൻ ഹോൾസ് ഉണ്ടാവും. ഓക്കെ അതായാലും ഓക്കെ, അത് പുഷ് ചെയ്ത് താഴേക്ക് സംഭവം ഡ്രോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മെഷീനിൽ നമുക്കിപ്പോൾ കുറേ സെൻസറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിന്റെ ഒരു പർപ്പസ് എന്താണ് ആക്ച്വലി? ഇതൊക്കെ സ്റ്റോപ്പർ സെൻസേഴ്സ് ആണ്. ഇതിൽ ജസ്റ്റ് ബേസിക് മെറ്റൽ റോഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റോപ്പ് ഓപ്പൺ ചെയ്ത് മാക്സിമം ഒരു ലിമിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളിക്കിൽ റൺ ചെയ്യുന്ന മെഷീനാണ്. 10 അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ഹൈഡ്രോളിക് ആണ് ഒക്കെ ഇരിക്കുന്നത്. അപ്പം ഈ ലിമിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ നേരെ ഈ ട്രാക്കിൽ നിന്ന് റെയിലിൽ നിന്ന് ഇടിച്ച് പുറത്തു പോകാനുള്ള ചാൻസും മെഷീൻ ഫോൾട്ട് ആകാനുള്ള ചാൻസും. അപ്പൊ അതിനാണ് ഈ ഇത് വെച്ചേക്കുന്നത്. ഇതൊരു സേഫ്റ്റി സ്റ്റോപ്പറാണ്. ബിക്കോസ് ഇവൻ എങ്ങനെ വർക്ക്ഔട്ട് ആകാൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ ഓൺ ആയിട്ട് ലൈക്ക് ഇവൻ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇതിനപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള സേഫ്റ്റി ബേസിക്. ഇത് ഇപ്പം മോൾഡിന്റെ അകമാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ഈ ഒരു പാർട്ടാണ് നമ്മൾ എയർ വലിക്കുമ്പോൾ അകത്തേക്ക് പോയിട്ട് നമ്മുടെ ഈ പോളി ഫോം നമ്മുടെ EPS അകത്തേക്ക് വരുന്നതും ഇവിടെ ഫില്ലാകുന്നതും, പിന്നെ ഇത് കംപ്രസ് ചെയ്യപ്പെടുന്നതും ഷേപ്പിലേക്ക് എത്തുന്നത്. സാധനം ഫില്ലായി കഴിഞ്ഞു. ഇതിപ്പോ ബാക്കാ. ഇനിയിപ്പോ ഒന്ന് ലാസ്റ്റ് പ്രസ് ഉണ്ട്. ലാസ്റ്റ് പ്രസ് ഇനി മാറിക്കോ, സ്റ്റീം അടിക്കും. നമുക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ എല്ലാ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്ലോ ചാർട്ടിലൂടെ കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് മോൾഡ് ക്ലോസ് ആയി, പിന്നെ ഫില്ലിങ്, ബ്ലോ ബാക്ക്, പ്രഷറൈസ്. ഇപ്പോൾ പ്രഷറൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പിന്നെ ക്രോസ് സ്റ്റീംസ് ഉണ്ട്, പല സൈഡിൽ നിന്നുള്ള ക്രോസ് സ്റ്റീമുകളുണ്ട്. ഇനി ഈ ഒരു ഫുൾ പ്രോസസ്സ് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധനം ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. സ്റ്റീം കൊടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തുനിന്നും സ്റ്റീം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് സംഭവം ഔട്ട്പുട്ട് കിട്ടുന്നത്. എനിക്ക് ഓട്ടോമാറ്റിക് ആവുന്ന ഫസ്റ്റ് പ്രോസസ്സിൽ വരാത്തതാണ്. ഓക്കെ, ഇത് ഓട്ടോ ഇജക്റ്റ് ആവേണ്ടതാണ്. ആദ്യത്തെ ഒന്ന് ഇതിപ്പോൾ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 2-3 ടൈംസ് റിപ്പീറ്റ് ആയി കഴിയുമ്പോൾ ഇത് ഓട്ടോ ഇജക്റ്റ് ആവും. അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇങ്ങനെ സാധനം വരും. ഇത് ചൂടൊന്നും ഇല്ല, പക്ഷേ കുറച്ചും കൂടി ഇത് തണുക്കും. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് സെറ്റ് ആവും. ഇപ്പോൾ ഇതിന് റിജക്ഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, പക്കായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. മെഷീനകത്ത് ഉപയോഗിക്കുന്ന സപ്ലക്സ് ആയിട്ടുള്ള വെള്ളം ഈ ലൈൻ വഴി, ഡ്രെയിൻ വാൾവിന്റെ ലൈൻ വഴി നേരെ ഈ ടാങ്കിൽ വരും. ആ ടാങ്കിൽ നിന്ന് നേരെ അതൊരു ചില്ലറിലേക്ക് പോകും. ആ ചില്ലർ യൂണിറ്റിൽ നേരെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ചില്ലറിൽ നിന്ന് നേരെ പോകുന്നത് നെക്സ്റ്റ് സപ്ലൈ ടാങ്കിലേക്കാണ്. പിന്നെ ഈ മെഷീന് വേണ്ട വെള്ളം, വർക്ക് ചെയ്യാനുള്ള കൂളിംഗ് ടൈമിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം വാട്ടർ ആക്ച്വലി നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വാട്ടർ കണ്ടാമിനേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഉപയോഗം. ഇതിപ്പോ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനാണ്. ഇത് ഫുള്ളി ഇമ്പോർട്ട് മെഷീനാണ് വന്നേക്കുന്നത്. ഇതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്ന പ്രോസസ്സാണ്. ഒരു വൺ ടച്ചാ. നമ്മൾ ലൈക്ക് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റീഫിൽ ചെയ്ത് അതിന് പറ്റുന്ന ഹീറ്റ് എടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവനെ നമുക്ക് പ്രൊഡക്റ്റിന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു തരും. ആ പ്രോസസ് ഒന്ന് കാണാം. ഇതോടെ ഫില്ലായിക്കൊണ്ടിരിക്കുക അല്ലേ? ഓ, ഇതിനകത്തൂടെ പോകുന്നുണ്ടല്ലേ? ഇതിനെ കൂടെ ആവശ്യമുള്ളത് ഫില്ലാവാനുള്ളത് ഈ പിസ്റ്റൺസ് ഓട്ടോമാറ്റിക് ആയിട്ട് വലിച്ചെടുത്തു. എല്ലാ വാൾവുകളും ഓപ്പൺ ക്ലോസ് ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് പമ്പിലാണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക് സോളിനോയിഡ് സ്വിച്ച് എന്ന് പറയും. ഓട്ടോമാറ്റിക് ടൈമിനനുസരിച്ച് അവർ ഓപ്പൺ ക്ലോസ് ചെയ്യാൻ സഹായിക്കും. ഇത് എയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈനാണ്. ഇതിൽ കാണാം. ഇപ്പൊ ഈ ഓരോ കണക്ട് ചെയ്തേക്കുന്നതും സോളിനോയിഡ് സ്വിച്ചുകളാണ്. ഇതിപ്പോ ഫില്ലിംഗ് ആണ്. ഓക്കെ, ഇത് 55 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഫില്ലിംഗ് ആണ്. ആയി കഴിയുമ്പോൾ ഇതിപ്പോ കംപ്രസറിലെ എയർ കുറവാണ് കാണിക്കുന്നത്. അത് വന്നോളും, കുഴപ്പമില്ല. അത് ഒരു സ്റ്റേഷനറി ഇത് കാണിക്കുന്നതാണ്, വാണിംഗ് കാണിക്കുന്നത്. ഇവിടെ നേരത്തെ സിലിണ്ടർ മോൾഡ് ആയിരുന്നു, അത് മാറ്റി ഇപ്പോൾ വേറെ മോൾഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയിൻ സിസ്റ്റം വഴിയായിട്ടാണ് നമ്മൾ ആ മോൾഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കൊണ്ടുവന്ന് അതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി പ്രോസസ്സുകൾ നടക്കത്തുള്ളൂ. ലോക്കായി മേളിലത്തെ ലോക്കാണ് ലോക്ക് അല്ലേ? ഈ വരുന്ന ബ്ലോക്ക് അത്യാവശ്യം വലിയ ബ്ലോക്കാണ്, ചെറിയൊരു ബോർഡല്ല കേട്ടോ, വലിയ ബ്ലോക്കാണ്. അതിനെ പുഷ് ചെയ്യുന്നത് ഇതാണ്. എടാ, ഇതിന്റെ സൈസ് എന്തായിരുന്നു? 3 മീറ്റർ × 1.2 × 0.5 മീറ്റർ.
1.8 ക്യൂബിക് മീറ്റർ. ഇനി അതിനെ അവിടെ നിന്ന് പുഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് ഈ ഒരു ഹൈഡ്രോളിക് പുഷ് കൊടുത്തിട്ട് അതിനെ അപ്പോഴത്തെ റോളറിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ മറ്റൊരു റോളറുണ്ട്. ആ റോളർ ഇതിൻ്റെ ടേബിളിലേക്ക് എത്തിച്ചു വിടും. ലാസ്റ്റ് വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം അത് നമ്മള് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക ഇത് എന്താണ് ഫൈനലൈസ്ഡ് ഡെൻസിറ്റി. ചെറിയ പ്ലസ് ഓർ മൈനസ് വരും. ലൈക്ക് ഒരു പ്ലസ് ഓർ മൈനസ് 1 or 2 ഡെൻസിറ്റിയിൽ വേരിയേഷൻ വരും. നമ്മള് അത് ഇവിടെ എഴുതി വെക്കും. കറക്റ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുകൊണ്ട് അത് ആവശ്യമുള്ളവർക്കേ കൊടുക്കും. ജനറിക്കിന് മാത്രമേ നമ്മള് ഇത് വലിയ കുഴപ്പമില്ലാത്ത പ്ലസ് ഓർ മൈനസ് മീൻസ് ഡിഫൈൻ ചെയ്യാതെ കൊടുക്കുന്നുള്ളൂ. അതായത് ഇത് മുറിച്ചൊക്കെ കൊടുക്കാത്ത കേസ്, അതായത് ആവശ്യാനുസരണം കൊടുക്കുമ്പോൾ ഈ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എക്സാക്റ്റ് ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കും. ഓക്കെ, ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ സാധനങ്ങൾ. ഈ കിടക്കുന്ന ഇതുപോലെ വന്നിരിക്കുന്ന ഈ സാധനങ്ങൾ ഇത് നമ്മൾ ഓർഡറിനനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇതിലൊക്കെ ഇവിടെ ഇരിക്കുന്ന ഓരോ സംഭവത്തിനും ഓരോ ഡെൻസിറ്റി ഓരോ വെയിറ്റ് ആണ്. ഈ 55 ഇരിക്കുന്നത് ഒരു 55 കിലോ വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഇത്രയും വലിയൊരു സംഭവം. പക്ഷേ ഇതിൻ്റെ ഇത് നോക്കിയാൽ അറിയാം ഭയങ്കര ടൈറ്റ്ലി കോമ്പാക്ട് പാക്കിലാണ്. അതേസമയം ഇതൊരു 17 കിലോയേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ഞെക്കാൻ നോക്കിയാൽ ഞെങ്ങില്ല. ഇത് ഞാൻ ഞെക്കാൻ നോക്കിയാൽ ഞെങ്ങും. ഇത് അത്രയും ടൈറ്റ്ലി പാക്ഡ് അല്ല, അത്രയും ഡെൻസിറ്റി ഇല്ല. സ്ട്രോങ് അല്ല. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനവും ഇത് അത്ര സ്ട്രോങ് അല്ലാത്ത സാധനം. അപ്പോൾ നമ്മൾ റിക്വയർമെന്റിനനുസരിച്ച് ഇതിന്റെ ഗ്രാനുവൽസിന്റെ ഫീഡ് നമ്മൾ മാറ്റി കൊടുക്കും. നേരത്തെ പറഞ്ഞ ഗ്രേഡ് മാറ്റി ഫീഡ് ഇട്ടിട്ട് ഡെൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ മാത്രമല്ല, ഇവിടെ സപ്ലൈ ചെയിൻ വരുന്നുണ്ട്. അതായത് സപ്ലൈ ഡിമാൻഡ് മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളും ഉണ്ട്. ഇനി ഫ്രീ സ്റ്റോക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചേക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റിയിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ റോ മെറ്റീരിയലായിട്ട് കൊടുക്കുന്നതുണ്ട്. അതല്ല ഇപ്പോൾ വന്ന പോലത്തെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് പീസസ് ആയിട്ട് കൊടുക്കുന്നതുമുണ്ട്. ഈ കട്ടിങ് വേറൊരു സെക്ഷനാണ്, ഞാനത് കാണിച്ചു തരാം. ഇത് കോൾഡ് സ്റ്റോറേജിനൊക്കെ വരുന്നതാണ് ഈ ഗ്രേഡ് വരുന്നത്. ഒരു 30 ഡെൻസിറ്റി ഒക്കെ വരും. 30 ഡെൻസിറ്റി അപ്പം മറ്റേ 300ന്റെ ഗ്രാനുൾസ് ആണോ യൂസ് ചെയ്യുക? 300ഉം ചിലപ്പോൾ അതിനെക്കാട്ടിൽ കൂടിയതും ഉപയോഗിക്കും. ഇത് 300 ആയിരിക്കും. നമ്മൾ ഈ KSRTC ബസ്സിന്റെ ഒക്കെ പഴയ ബസ്സുകളിലൊക്കെ നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫയർ റിട്ടറന്റ് ആയിരിക്കണം എന്നുണ്ട്. എന്നുവെച്ചാൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തീ പിടിക്കാൻ പാടില്ല. അപ്പം ആ മെറ്റീരിയൽ ആണ്, ഗ്രേഡ് ആണ് വന്നിരിക്കുന്നത് FR എന്ന് പറയുന്നത്. ഇത് ലൈക്ക് കസ്റ്റമർ റിക്വസിഷൻ, ലൈക്ക് അവർക്ക് വേണ്ടതിനനുസരിച്ച് മാത്രമേ FR നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ. കാരണം കോസ്റ്റ്ലി ആണ്. ഓക്കെ, ഇതപ്പോ പെട്ടെന്ന് തീ പിടിക്കത്തില്ല എന്നാണ് പറയുന്നത്. തീ പിടിക്കില്ല. ഇത് ലൈക്ക് തീ പിടിക്കുന്ന സമയത്ത് ഇവൻ ഉരുകി മാറത്തുള്ളൂ, ഫയർ ക്യാച്ച് ചെയ്യില്ല. ഇപ്പൊ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലാസ്റ്റിക് കത്തല് തീ വരുന്ന സമയത്ത് കത്തല് പിടിക്കും. പക്ഷെ ഇതില് കത്തല് പിടിക്കില്ല, ഇവന് ഉരുകി മാറിക്കൊള്ളും. ഇത് നിന്ന് കത്തില്ല. അപ്പൊ ഈ മെറ്റീരിയലൊക്കെ നിന്ന് കത്തോ? ഇതൊക്കെ നോർമലായി. ബിക്കോസ് ഇതൊക്കെ പോകുന്ന കൺസ്ട്രക്ഷൻ പർപ്പസിലായിരിക്കും. ഈ കോൾഡ് സ്റ്റോറേജിന്റെ അണ്ടറിലും ഒക്കെ ആയിരിക്കും പോവുക. ഫൗണ്ടേഷനിൽ അതിന് ഇൻസുലേറ്റ് ചെയ്യാനൊക്കെയാണ് പോകുന്നത്. ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഇതില് സൂപ്പർ ഇൻസുലേഷൻ. ബിക്കോസ് ഇതിന് വി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ഈ EPS വരുന്നത്. ഇതിന്റെ ഒരു ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ ഇത്രയും ഇൻസുലേറ്റീവ് പവർ വരുന്ന വേറൊരു മെറ്റീരിയൽ ഇല്ല. EPS പോലെ വേറൊന്നുമില്ല. പിന്നെ പക്കുണ്ട്, പക്ഷെ അത് റീസൈക്ലബിൾ അല്ല. പക്ഷെ EPS റീസൈക്ലബിൾ ആണ്. അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ കേട്ടോ ആൾക്കാരുടെ. എന്നുവെച്ചാല് ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ആ റീസൈക്ലിംഗ് യൂണിറ്റ് നമ്മൾ കാണിക്കുമല്ലേ, ഇതിനുശേഷം നമ്മൾ കാണിച്ചു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരാത്തത് കൊണ്ട് ഞാൻ മൈക്കും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല നോയ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ വോയിസ് ഓൾമോസ്റ്റ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഉണ്ടായ സൗണ്ട് ക്വാളിറ്റി ഇഷ്യൂസിന് ഞാൻ ഇപ്പോഴേ സോറി പറയുന്നു. അത് നിങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ വെയർ ഹൗസിലാണ്. അതായത് ഇവിടെ ഉണ്ടാക്കി വരുന്ന പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, അതായത് ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന വെയർ ഹൗസിലാണ് ഞാൻ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഒരു മോൾഡിൻ്റെ, അതായത് സിലിണ്ടറിക്കൽ മോൾഡിൻ്റെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തതാണ് ഇരിക്കുന്നത്. അതേപോലെ ഇവിടെ ഇത് ബോക്സുകൾ, കോൾഡ് സ്റ്റോറേജ് ബോക്സുകളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ റോ കാണിച്ചു തരാം. ഇതാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് കോൾഡ് സ്റ്റോറേജ് ബോക്സുകളാണ്. ഇതിൻ്റെ ബോക്സ് വേറെ, ഇതിൻ്റെ ലിഡ് വേറെ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഡെൻസിറ്റി ഉള്ള പ്രൊഡക്റ്റ് വെച്ച്, നല്ല ഡെൻസിറ്റി ഉള്ള കട്ടിയുള്ള മെറ്റീരിയലാണ് ഈ കോൾഡ് സ്റ്റോറേജ് ബോക്സ് വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സിലിണ്ടറിക്കൽ ബോക്സ് വരുന്നത്. റൈസ് കുക്കർ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാലിക് വരുമ്പോഴത്തേക്കും ജാക്സന്റെ
ഒരു 1800 ഒക്കെ വാങ്ങിക്കുന്ന സാധനം ഇത് വെറും 200 രൂപയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൈസ് കുക്കറാണ്. ഞാനൊരു കേട്ടെ, നമ്മൾ കോൾഡ് സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം, പക്ഷേ ഇത് എങ്ങനെയാണ് ഹീറ്റ് സ്റ്റോറേജിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് യൂഷ്വലി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ ഹീറ്റ് വരുമ്പോഴത്തേക്ക് അത് ഫുഡിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ലേ? ആക്ച്വലി EPS എന്ന് പറയുന്നതിന്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ പെർസെന്റേജ് ഭയങ്കര കുറവാണ്. ഒരു 10% പ്ലാസ്റ്റിക് വരുന്നു. ബാക്കി ഇതിന്റെ കോമ്പോസിഷനിൽ 90% വരുന്നത് എയർ ആണ്. ആക്ച്വലി ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ EPSന്റെ സ്റ്റൈറീൻസിന്റെ അകത്തേക്ക് ബോളിന്റെ അകത്തേക്ക് എയറിനെ വലിച്ചിട്ടാണ് ഇവനെ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം എയർ 80% എയറും വെറും 10% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 20% മാത്രം പ്ലാസ്റ്റിക് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. പിന്നെ ഇതിന്റെ പ്ലാസ്റ്റിക്കിൽ ലൈക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. ബിക്കോസ് നമ്മൾ 100 ഡിഗ്രി ഉള്ള ഒരു സാധനം ഇട്ടാൽ ഇവൻ എന്തായാലും ഉരുകി പോകും. അപ്പൊ നമ്മൾ വെക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഹോട്ട് ആയിട്ടിരിക്കാനുള്ള ഫുഡോ അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പോൾ ജസ്റ്റ് ഒരു കേസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ അകത്ത് വെച്ച് കഴിയുന്നുണ്ട് ലൈക്ക് ഫിസിക്കൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. അത് ഇതിന്റെ ടെസ്റ്റ് റിസൾട്ടില് ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന റിലീന്റെ ഒക്കെ റോ മെറ്റീരിയൽ ആണ്. അപ്പൊ അതിന്റെ ടെസ്റ്റ് റിസൾട്ടിൽ ഓൾറെഡി നമുക്കത് പ്രൂവൻ ആയിട്ട് നമ്മുടെ ഡേറ്റ ഷീറ്റ് ഉണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ കുറെ പാടുകൾ കാണാൻ സാധിക്കും. ഈ പാടുകളെന്ന് പറയുന്നത് സ്റ്റീമിംഗ് ലെറ്റിൽ ഞാൻ നേരത്തെ അവിടെ മോൾഡിൽ കാണിച്ച സ്റ്റീമിംഗ് ലെറ്റിന്റെ പാടുകളാണ് ഈ കാണാൻ സാധിക്കുന്നത്. പറഞ്ഞല്ലോ ഈ പ്രൊഡക്റ്റ് നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, ഈ തെർമോകോൾ അല്ലെങ്കിൽ EPS, അത് എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചർ ഓഫ് കൺസ്ട്രക്ഷൻ എന്നോട് പറഞ്ഞിരുന്നല്ലോ? ഇത് എൻറ്റയർലി ഒരു നെക്സ്റ്റ് ജെൻ കൺസ്ട്രക്ഷനിലേക്ക് വരാനുള്ള മെയിൻ ഫുഡ് സ്റ്റെപ്പ് ഉള്ള സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കുള്ള രാജ്യങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈംലി ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഇപ്പം UAE എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബിൽഡിംഗ് റെഗുലേഷന്റെ അകത്ത് അവർക്ക് ചെയ്യുന്ന ബിൽഡിങ്സ് ഇത്ര വീക്ക് കോഫിഷ്യന്റ് ഉള്ള ഇൻസുലേറ്റീവ് മെറ്റീരിയൽസ് ഇട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പം ലൈക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ AC ഇടുന്നു. അപ്പൊ AC ഇടുമ്പം ഇൻസുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫീസ് റൂം ആണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി കറണ്ടിന്റെ പ്രോഫിറ്റ് വരുന്നുണ്ട്, ലാഭം വരുന്നുണ്ട്. അങ്ങനെ എനർജി സേവിങ്ങിൽ ഭയങ്കര ഒരു മെറിറ്റ് വരുന്നുണ്ട്. വൺസ് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു AC സ്പേസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് EPS വെച്ച് ഇൻസുലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ 80% വരെയാണ് ഈ ഹീറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ബിക്കോസ് ഇവന്റെ ഉള്ളിൽ നിൽക്കുന്ന ലോക്ക്ഡ് ആയിട്ടുള്ള എയർ പാർട്ടിക്കിളിന്റെ അകത്ത് ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നില്ല. സോ ഈ തെർമോഡൈനാമിക് ഒരു സ്റ്റേറ്റിനെ ഇവൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. ഉള്ളിൽ ഇപ്പോൾ ഒരു ലൈക്ക് ഒരു 24 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പുറത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യാതെ ഉള്ളിലത്തെ തണുപ്പിനെ വിട്ടുകൊടുക്കാതെ ലോക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇവൻ ഇൻസുലേറ്റീവ് ഇത് തരുന്നത്. ഈ തെർമോകോള് നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പം നമ്മളൊരു പേയ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അകത്ത് നമ്മൾ പൊള്ളയായിട്ടുള്ള ഭാഗത്ത് തെർമോകോള് ഫില്ല് ചെയ്തിട്ട് അതിന്റെ മണ്ട നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാന്ന് വെച്ചോ, എത്ര വർഷം വരെ ഇതായിട്ട് ഇരിക്കും? ലൈക്ക് ഇത് നശിക്കപ്പെടാതെ എത്ര വർഷം വരെ ഈ ഒരു സ്റ്റേറ്റിൽ തന്നെ ഈ ഒരു സംഭവം ഇരിക്കും? ലൈഫ് ലോങ് കിട്ടും. ലൈഫ് ലോങ് കിട്ടും. കാരണം കെമിക്കലോ അല്ലെങ്കിൽ ലൈക്ക് ഫയറിന്റെ അല്ല അങ്ങനത്തെ കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഇത് വരുന്നില്ല. നോർമൽ എയറിന്റെ മാത്രം കോണ്ടാക്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഒരു 15-20 വർഷമൊക്കെ ഫൗണ്ടേഷനിൽ കിടക്കും. ഇത് കൺസ്ട്രക്ഷനിൽ സെക്കൻഡ് ഫ്ലോറിൽ കൂടുതൽ യൂസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ 2ാമത്തെ നിലയും 3ാമത്തെ നിലയും കെട്ടുന്ന സമയത്ത് അപ്പം GCCയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ലൈക്ക് മൾട്ടി സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ EPS ഉപയോഗിക്കും. കാരണം ഇതിന്റെ പാനൽ ഉപയോഗിക്കുമ്പോഴേക്കും വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് 10-1 മാറുക. കാരണം ഒരു 10 അടി 4 അടിയുടെ ഒരു ഷീറ്റ് ചിലപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 1.5 കിലോ ഉണ്ടാവും, അല്ലെങ്കിൽ 2 കിലോ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷന്റെ റോ മെറ്റീരിയൽസ് വെച്ച് നോക്കുമ്പോൾ ഇത് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ മാത്രമല്ല ടൈം എന്ന് പറയുന്നത് ഇപ്പം ഈ പീസ് കണ്ടോ, ഇതിന് അത്രയും സൈസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറയാണ്, ഇത്രയും സൈസ് ഉള്ള ഒരു വോള് നമുക്കിപ്പോ കട്ട് ചെയ്തെടുക്കാൻ എത്ര മിനിറ്റ് വരും? ഒരുപാട് സമയം. ഇപ്പം നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നേരെ ഇവനെ സ്ലൈസ് ചെയ്യുക, ഈ പീസിനെ നേരെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുക, അപ്പുറം ഇപ്പുറം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ട്സ് കൊടുക്കുക, പ്ലാസ്റ്റർ ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഇത് നല്ല സ്ട്രെങ്തും ഉണ്ടാവും. ഇതിപ്പോ ചീത്ത ബ്ലോക്കാണ്, അവിടെ നല്ല ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഒരു 40 സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ എത്ര സമയം വേണമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. കാരണം കട്ട 40 സ്ക്വയർ ഫീറ്റ് അടുക്കി കെട്ടി അതിൽ വരുന്ന സിമെന്റ് ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സ് ആണ്. മറ്റേതെല്ലാം നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സിനെയാണ് നമ്മൾ കൊണ്ട് ഡംപ് ചെയ്ത് ബിൽഡിങ്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വെറും 10% മാത്രം വരുന്ന പ്ലാസ്റ്റിക്കിനെ നമ്മൾ അതിൽ കയറ്റി ലോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്ത സാധനം വേണമെങ്കിൽ യൂസ്. ഓഫ് കോഴ്സ് അത്
ഈ ഒരു മേജർ ഒരു സംഭവമുണ്ട്. ഈ EPS നിരോധിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു കമ്മിറ്റി വന്നിട്ട്, ഒരു എൻവയൺമെന്റൽ കമ്മിറ്റി വന്നിട്ട് ഇവർ അതിന്റെ നിരോധനം മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പം അലങ്കാരത്തിന് ഒഴിച്ച്, ബിക്കോസ് ഡെക്കറേഷൻ വർക്കിന് ഒഴിച്ച് ബാക്കി കൺസ്ട്രക്ഷൻ വർക്കിൽ ഇതിന് നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. കാരണം ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം. ഇത് ഇപ്പോഴും ഈ കേരളത്തിലോ ഇന്ത്യയിലോ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇവന് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് വന്നേക്കുന്ന വേസ്റ്റുകളാണ്. ഞാനിപ്പം കേരളത്തിൽ നിന്ന് ഒരുമാതിരിയുള്ള സിനിമ ലൈക്ക് അങ്ങനത്തെ അവിടുത്തെ വേസ്റ്റുകൾ എടുക്കുന്നത്. ഇതൊക്കെ സെറ്റിന്റെ വർക്കിന്റെ ബാക്കിയാണ്, വേസ്റ്റ് ആണ്. മറ്റേ മഹാഭാരതം സീരിയലിന്റെ ഒക്കെ സെറ്റിന്റെ വർക്കാണ്. സിനിമ, സീരിയല് അങ്ങനെ വരുന്ന, അതായത് ബൾക്കായിട്ട് യൂസ് വരുന്നിടത്തു നിന്നുള്ള എല്ലാത്തിൻ്റെയും ബാക്കി എടുത്തുകൊണ്ട് വരും പലയിടത്തു നിന്നുള്ള വേസ്റ്റ്. നിങ്ങളുടെ പ്ലാന്റിലെ പ്രൊഡക്റ്റിന്റെ വേസ്റ്റ് മാത്രമല്ല, EPS ഏത് കൈൻഡ് ഓഫ് EPSനെ ഞാൻ എടുത്തിട്ട് നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു 3R ഒരു 2R വരെ കൊണ്ടു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 3R എന്താന്ന് കൂടെ ഒന്ന് പറഞ്ഞേക്ക്. റീസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്ലിംഗിന്റെ റീയൂസ് ഉണ്ട്, റീഫർബിഷ് ഉണ്ട്, 3R റീസൈക്കിൾ ഉണ്ട്. ഇതിപ്പം അതിന്റെ 2R വരെ വരുന്ന സാധനമാണ്. പക്ഷെ ഞാൻ അതില് ഉണ്ടാക്കിയ വേസ്റ്റ് വെച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്ത് നമ്മള് വേറൊരു ഫോമിലേക്ക് ആക്കി. ഈ മെഷീൻ വെച്ചിട്ടല്ലേ നമ്മളത് ലൈവായിട്ട് കാണിക്കില്ല പിന്നെ കേട്ടോ. വർക്കിംഗ് കാണിച്ചു. അപ്പൊ ഇതിലിപ്പോ ചെയ്തേക്കുന്ന ഇത് പറഞ്ഞോ. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബട്ടൺസ് ഒക്കെ ഇടുന്നില്ല, നമ്മള് വർഷങ്ങളായിട്ട് ഇടുന്ന ബട്ടൺസ്, കുപ്പിവളകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചാണ്. ഇത് അതിന്റെ റോ മെറ്റീരിയൽ ആണ്. ഇത് ഗ്ലാസി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ തെർമോക്കോള് ഉരുക്കിയെടുത്ത് ഒരു ബേസിക് പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്ലാസി പ്രോഡക്റ്റ്. ഇരിക്കുന്ന സാധനങ്ങൾ പല നിറത്തിലുണ്ട്. അതിനകത്ത് നല്ല സ്ട്രെങ്ത് ഉണ്ട്. നിലത്ത് വീണാൽ പൊട്ടുന്ന ടൈപ്പിലാണ്. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. ഇതെല്ലാം കണ്ടോ പൊട്ടിയിരിക്കുന്നുണ്ടോ. ഇത് ഈ മെഷീൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇതിന്റെ എന്താ റീസൈക്ലിങ്ങിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്കിത്. ഇത് പല കളറും പല ഗ്രേഡും ഉണ്ട്. അതും കൂടെ പറ. ഇതിന്റെ വെർജിൻ പ്രൊഡക്റ്റ് വെച്ചാണ് നമ്മുടെ വണ്ടിയുടെ ഈ ടെയിൽ ലാംപ്സിലൊക്കെ വരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഫൈബർ അല്ല ആക്ച്വലി. അത് ഒരു ഈ കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഇപ്പം ഇത് വേസ്റ്റ് വരുന്നോണ്ട് ഇത് ഏറ്റവും ലോ ഗ്രേഡ് ആണ്. ഇതിന് നമുക്ക് ഒന്നും കിട്ടില്ല. ബ്ലാക്കിന് നമുക്ക് ഒന്നും കിട്ടില്ല. നമ്മള് പ്രോസസ് ചെയ്ത് കളയുന്നേ ഉള്ളൂ. ഇത് പക്ഷെ സ്റ്റിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവർക്ക് ബ്ലാക്ക് ബാംഗിൾസോ അല്ലെങ്കിൽ ബ്ലാക്ക് ബട്ടൺസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാനുഫാക്ചറിംഗ് ഉപയോഗിക്കാം. ഇത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വൈറ്റ് ഗ്രേഡ് ആണ്. ഇതിൽ അവർക്ക് പല പിഗ്മെന്റ് ആഡ് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇതിന് കുറച്ച് വില കിട്ടും. കുറച്ച് വില എന്ന് വെച്ചാൽ ലേബർ ചാർജും മെഷീന്റെ റണ്ണിങ് കോസ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് ആവുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. ബിക്കോസ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു 3 വണ്ടി കയറാനുള്ള സാധനം ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ ഒരു 100 കിലോ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഒരു പ്രശ്നം. അപ്പം അത്രയും വരുന്ന ലൈക്ക് ഒരു ട്രാവൽ എക്സ്പെൻസിനെ ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് കിട്ടും. ഒരു ലേബർക്ക് 2 പേർക്ക് ജോലിയുണ്ട്. അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടിന് ഞാനൊരു നല്ലവരാണ്. ടോട്ടലി പറയാം. ഞാൻ ഈ സാധനം സ്പെസിഫിക് ആയിട്ട് കാണിച്ചത് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ഫ്രീ പ്ലാന്റ് ആണ്. അതായത് 0 വേസ്റ്റ് പ്ലാന്റ് ആണ്. ഇവിടെ 100% റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്. ഈ പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റും ഇവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ വാട്ടർ ഒക്കെ വരുന്നത് റീയൂസ് ചെയ്യുന്നുണ്ട്. ചില പർപ്പസുകളിൽ ഈ പറയുന്ന തെർമോക്കോളും റീയൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റീഫർബിഷിങ് ഇവർ ഡയറക്റ്റ് ഇവിടെ ചെയ്യുന്നില്ല. പക്ഷേ ഇവർ വേറെ ഏജൻസി വെച്ചിട്ട് ഇവരുടെ റീഫർബിഷിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാന്റിലെ മാത്രം തെർമോക്കോൾ എടുത്തിട്ട് അല്ല ഇവിടെ റീസൈക്കിൾ ചെയ്യുന്നത്. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതും വലിയൊരു കാര്യമാണ്. ട്രാവൽ എക്സ്പെൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ റീസൈക്കിൾ ചെയ്ത് കൊടുക്കും. ട്രാവൽ എക്സ്പെൻസ് മാത്രം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് റീസൈക്കിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ചേർത്തലയിലെ ഹൈവേ സൈഡിൽ കാണുന്ന ഒരു എസ്റ്റേറ്റ് ഏരിയ ആണ്. സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഒന്നുകൂടെ പറഞ്ഞേ. സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഇവിടെ കുറേ ഫാക്ടറീസും ഒക്കെ ഉണ്ട്. ഇതാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതുപോലെ 4 യൂണിറ്റ് ഉണ്ട് നമ്മുടെ ബഡ്ഡിക്ക് ഇവിടെ. അതേപോലെ അങ്ങോട്ടേക്ക് പലതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. കൊയർ ഫെഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്, കൊയർ പ്രൊഡക്ട്സിൻ്റെ ഉണ്ട്. ഇവന് സ്വന്തമായിട്ട് ഒരു കമ്പനി കുറച്ച് നാൾ വരെ റണ്ണിങ് ആയിട്ട് ആ ഭാഗത്തെ ഉണ്ടായിരുന്നു. പക്ഷേ കറൻ്റ്ലി അത് പൂട്ടിപ്പോയി. പക്ഷേ പിന്നീട് അത് തുടങ്ങുമല്ലോ. താൽക്കാലികത്തേക്ക് പൂട്ടിപ്പോയി എന്ന് പറയുന്നതാണ് വാസ്തവം. ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ബ്ലോക്കുകളെ പിന്നീട് മുറിച്ച് നമ്മൾ ഇതുപോലുള്ള ഒരു മെഷീനിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ കട്ടിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സഫൻ എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ഈ കട്ടിങ് പ്രൊസീജിയർ എന്നുള്ളത്. ഇതൊന്നുമില്ല,
ലോ വോൾട്ടേജിൽ ഹൈ ആംപിയർ കറണ്ടിന് നമ്മൾ ഇടുമ്പോൾ ഇത് മറ്റേ വയറാണ്, നിക്രോം വയറാണ്. ഇത് തൊട്ട കറണ്ട് അടിക്കുമോ? തൊട്ട കറണ്ട് അടിക്കില്ല, കൈ കൊള്ളും. ആ ഓക്കെ. ലൈക്ക് ആ ഹീറ്റ് ആവുന്ന സമയത്ത് ഇതിലേക്ക് തെർമോക്കോളിനെ വിട്ടു കൊടുക്കുമ്പോൾ തെർമോക്കോൾ ഒരു ലൈറ്റ് ഡെൻസിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് കട്ട് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യും. ഒരു ബ്ലോക്കാണ് വെച്ച് കൊടുത്തത്. ഓ നൈസ്. ഇങ്ങനെ സ്ലൈസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്, കട്ടിംഗ് പ്രോസസ്. ഇത് ബേസിക് കട്ടിംഗ് മെഷീനാണ്. നമുക്ക് ഇവിടെ വേറെ വലിയ കട്ടിംഗ് മെഷീൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ലൈക്ക് ഈ വയറിന്റെ ഗ്യാപ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ തിക്നെസ്സിലുള്ള ഷീറ്റ്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടല്ലേ, ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഗ്രൂപ്പ്സ് ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ ഹീറ്റിംഗ് കോയിൽ, ഇതാണ് ഹീറ്റിംഗ് കോയിൽ, ഇതാണ് ഈ സാധനമാണ് ഹീറ്റിംഗ് കോയിൽ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, എനിക്കൊന്ന് ഹീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബേസിക് മെഷീനാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണോ ഈ മെഷീൻ? ആണല്ലേ. നമ്മുടെ കട്ടിംഗ് യൂണിറ്റിൻ്റെ വലിയ കട്ടിംഗ് യൂണിറ്റാണിത്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വലിയ ബ്ലോക്കുകൾ കൊണ്ടുവന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. ഇവിടെ വയറാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ജസ്റ്റ് ചെറിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്യും, എന്നിട്ട് ഈ ഹോട്ട് വയർ ഫ്രെയിം കൊണ്ട് ഓടിച്ചിട്ട് കട്ട് ചെയ്യും. ഹോട്ട് വയർ ഫ്രെയിമാണ്, ഈ ഫ്രെയിമാണ് ഇവിടെ മൂവിങ് ആയത്. അതിവിടെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഈ കൺട്രോൾ യൂണിറ്റിൽ ചെയ്യുമ്പോൾ ഈ ഹോട്ട് വയർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെയും ഇവിടെ നമുക്ക് ഗ്രൂപ്പ്സ് ഉള്ള ഒരു ബാറുണ്ട്, റോഡുണ്ട്. അതിൽ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കട്ടിങ് നമുക്ക് വേണ്ട ഇതിൽ കാണാം. ഇപ്പോൾ ദേ ഇവിടുന്ന് പുക വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ലൈനിൽ നിന്ന്. ഇവിടെ ക്രോസും ഉണ്ട്, അല്ലാതെ ഇങ്ങനത്തെ വരകളുണ്ട്. അത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിൽ ആവശ്യമുള്ള രീതിയിൽ കൊടുക്കാം. ഈ കമ്പി സെന്റർ കമ്പി ഇട്ടേക്കുന്നുണ്ട്, ഈ ബ്ലോക്കിനെ രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്, ക്രോസ് ആയിട്ട് മുറിക്കും. ലൈക്ക് രണ്ട് സൈഡ്സും ഷേവ് ഓഫ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഈ കമ്പി കാണുമ്പോൾ മനസ്സിലാവും. കറക്റ്റ് ഈ സൈഡ് ഷേവായി, ടോപ്പ് സൈഡ് ഷേവായി, ഈ സെന്റർ ലൈൻ ഇവന് നേരെ നടുക്കുന്ന രണ്ടാണ്. ഓക്കെ ഓക്കെ. കട്ടിങ് പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മേളിൽ സ്ലൈസ് ചെയ്ത ഭാഗവും ഇടയ്ക്ക് സ്ലൈസ് ചെയ്ത ഭാഗവും ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലുള്ള ക്യൂബോയിഡ് ഷേപ്പിലുള്ള സാധനം നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ റീസൈക്ലിംഗ് മെഷീനാണ് ഈ കാണുന്ന മെഷീൻ. ഇതിന് ഇത് മാത്രമല്ല, മറ്റേ ബിൽഡിങ്ങിലും ഉണ്ടൊരു റീസൈക്ലിംഗ് മെഷീൻ. ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സഫാൻ ചേട്ടൻ പറഞ്ഞുതരും. ഇതാണ് റീസൈക്കിൾ ചെയ്തിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സിമ്പിൾ എക്സ്ട്രൂഡറാണ്. നമ്മളൊരു മറ്റേ ഇടിയപ്പം ഒക്കെ പുഴുങ്ങുന്ന പോലത്തെ ഒരു വെറും ബേസിക് എക്സ്ട്രൂഡർ. ഇതിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ട്. ഇത് ഹീറ്റിംഗ് കോയിൽസ് ആണ്. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിൽസ് ഹീറ്റ് ആവുന്നത് വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് ലൈക്ക് EPSന്റെ ഫീഡ് ഇതിലേക്ക് വരും. ഇതിലിപ്പോ ബോളാണ് ക്രഷ് ചെയ്യുന്നത്. അവിടെ കാണുന്നത് ക്രഷർ യൂണിറ്റ് ആണ്, ആ നീല കളറിൽ അവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് ഈ EPSന്റെ വേസ്റ്റ് ഇടും. ഇത് ക്രഷ് ചെയ്തിട്ട് ഇവിടുന്ന് ബ്ലോ ചെയ്ത് ഈ പൈപ്പ് വഴി അവിടെ ഫീഡിലേക്ക് എത്തിക്കും. അതാണ് താഴെ ചൂടായിട്ട് വന്ന് ഇവിടെ ചൂടായി എക്സ്ട്രൂഡഡ് ആയിട്ട് ഇവിടെ വന്ന് ഇറങ്ങും. ഇപ്പോൾ ഈ കട്ടിയായിട്ടിരിക്കുന്ന ഈ സാധനം ഈ സാധനം കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കുപ്പിവള ഉണ്ടാക്കാനും ബട്ടൺസ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാം. തെർമോക്കോൾ ചൂടായി ഇറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും എമിഷൻസോ ഫ്യൂംസോ പൊല്യൂഷൻ? നോയ്സ് പൊല്യൂഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ പ്ലാസ്റ്റിക് ബേണിംഗ് പൊല്യൂഷൻ, കാരണം ഇതൊരു പ്ലാസ്റ്റിക് ബൈ പ്രൊഡക്റ്റ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കത്തിച്ചല്ല ഈ പ്രോസസ് ചെയ്യുന്നത്. ഇത് നല്ല ഹീറ്റ് വരുമ്പോൾ തന്നെ ഒരു 125 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഹീറ്റ് ആവും ഈ കോയില്, കാരണം ഇതിന്റെ ഉള്ളില്. അപ്പം ആ ഇതില് ഉരുകി തീരാനുള്ളത് മാത്രമേ ഉള്ളൂ EPS എന്ന് പറഞ്ഞാൽ. അതില് ഒരു സ്മോക്ക് എമിഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അതിനെ ഒന്ന് കുഴച്ച് എടുക്കാന്നുള്ള ഒരു സിമ്പിൾ വെറും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. ഇതിപ്പം ഇതിലൂടെ വരുമ്പം ഇത്രയും കട്ടിയായിട്ടല്ലല്ലോ വരുന്നത്, ഇത് മറ്റേ ഒഴുകിയായിരിക്കത്തില്ല വരുന്നത്. ഒന്ന് ഒരു ഫ്ലോയിലായിരിക്കും വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഹാർഡ് സെറ്റ് ആവുന്നത്. ഇത് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനെ ഒന്നുകൂടെ അവർ ഹീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ഇതിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതിനെ അവർ റിമൂവ് ചെയ്തിട്ട് അവർക്ക് വേണ്ട മോൾഡിൽ അടിച്ച് എടുക്കുമായിരിക്കും. എന്നിട്ട് അതിനെ കൂൾ ചെയ്യുമ്പോൾ ലൈക്ക് ആ മോൾഡിൽ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് അതിനെ നേരെ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോഴത്തേക്കും കൂൾ ഡൗൺ ആവുന്നു, ബാംഗിൾസ് എജക്ട് ചെയ്തെടുക്കുന്നു, അല്ല ബട്ടൺസ് എടുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് തന്നെ ഒരു തെർമോക്കോളിന്റെ പ്രൊഡക്ഷൻ എന്താണ്, ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വളരെ സിമ്പിളാണ് പ്രൊഡക്ഷൻ. ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഒരു ഫോമിംഗ് പ്രോസസ്സും മോൾഡിങ്ങും പിന്നെ അതിന്റെ പാക്കിങ്, വെയർഹൗസിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊരു സഫാൻ പറഞ്ഞ പോലെ ഇതൊരു സീറോ വേസ്റ്റ് പ്ലാന്റ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്, കുട്ടിയാണോ വലുതാണോ എഡിറ്റിംഗ് കഴിയും പറയാം, എങ്കിലും തിരക്കില്ലാത്തൊരു വ്ളോഗായിരുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക്
ഈ ഒരു കോണ്ടന്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കണ്ട. ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെ കൂടെ കാണിച്ചു കൊടുക്കുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളൊന്നും മനസ്സിലാക്കുക. അല്ല, സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന സംഭവമാണ്. ഞാനിവിടെ ഒരു അനാലിസിസിന് വേണ്ടി വന്നപ്പോൾ എനിക്ക് ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പ്രൊഡക്ഷൻ. ഞാൻ നേരത്തെ വേറൊരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ തെർമോകോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ വന്നിട്ടാണ് അറിയാൻ പറ്റിയത്. ചുരുക്കം പറയുവാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ, സപ്ലൈ ചെയിന്, ലോജിസ്റ്റിക്സ്, പ്രൊക്യൂർമെന്റ് പ്രോസസ്സ്, പിന്നെ ഇതെല്ലാം കൂടെ വരുന്ന ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ സ്പെസിഫിക്കലി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോളോ ക്വാളിറ്റി അഷുറൻസോ അങ്ങനെയുള്ള ഓഫീസേഴ്സിനെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇതെല്ലാമാണ്. അതായത് എഞ്ചിനീയേഴ്സാണ്, ഇവൻ എഞ്ചിനീയറാണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫീസറാണ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ബേസിക് ലെവൽ ടു ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ലെവലിൽ വരെ ഓടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇപ്പം നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അതേപ്പറ്റി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഫീൽഡിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ സഫാൻ ഒരു ഇന്നോവേറ്റീവ് ഹബ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പുള്ളി ഒരു ഓൺട്രപ്രനർ ആണ്. അപ്പോൾ ഇന്നോവേഷനെ പറ്റിയിട്ടും ഐഡിയ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യം നല്ലോണം അറിയാം. ഈ ഫീൽഡിൽ അറിവുള്ള ഒരാളാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ വല്ല ഐഡിയാസ് ഒക്കെ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ടു ഒരു പ്രൊഡക്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ ഉള്ള വല്ലതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, സംസാരിക്കാവുന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നോവേഷൻ റിലേറ്റഡ് അല്ല ഇന്നോവേറ്റീവായിട്ട് നിങ്ങളൊരു ഐഡിയ കൊണ്ടുവരുന്നുണ്ട്, അതൊരു പ്രൊഡക്റ്റ് ആക്കി അല്ലെങ്കിൽ ഒരു സെയിലിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ അങ്ങനെയുള്ള സംഭവത്തിലേക്ക് കൊണ്ടുവരണം, നിങ്ങളൊരു യങ് ഓൺട്രപ്രനർ ആണ്, അതേപ്പറ്റിയിട്ട് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സഫനെ കോൺടാക്ട് ചെയ്യാം. അതല്ല പ്രൊഡക്ഷൻ റിലേറ്റഡ് ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റി ഫർദർ ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിലും സഫാനെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് തീർച്ചയായിട്ടും. ഇതൊക്കെ ബൾക്കായിട്ടോ അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൾ കേരള ലോജിസ്റ്റിക്സ് ഓൾ കേരളയിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടും. അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് മജ മിസ്റ്റർ ടോക്കറ്റീവ് ആൻഡ് സഫാൻ ഇസ് സൈനിങ് ഓഫ്. ബൈ.